വാദസംബന്ധമായിട്ടുള്ള എല്ലാ വാദരോഗികൾക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ചികിത്സയാണ് കളരി ചികിത്സ എന്ന് പറയുന്നത്. അത് ഒരു പ്രായമായ ആളുകളിലാണ് നമ്മൾ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. പക്ഷെ അത് ചെറിയ പ്രായം മുതലേ അത് ഉടലെടുക്കുന്നു നമ്മുടെ ശരീരത്തിൽ. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കത് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും കൂടുതലായിട്ടത് അനുഭവപ്പെടും. അത് നമ്മുടെ ശരീരത്തിൽ സർക്കുലേഷൻ കുറയുന്നൊരവസ്ഥയാണ് വാദം എന്ന് പറയുന്നത്. തണുപ്പ് അല്ലെങ്കിൽ ശരീരം വല്ലാതെ തണുത്ത് ആ സർക്കുലേഷൻ കുറഞ്ഞുള്ളൊരവസ്ഥ. ഈ സർക്കുലേഷൻ കുറയുന്ന ഒരു അവസ്ഥ അതിന് പ്രായമൊന്നും പ്രശ്നമില്ല. അത് ശരീരത്തിൽ ചെറിയ പ്രായം തൊട്ട് അലർജി, ആസ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെ പല പാരമ്പര്യമുള്ളവർക്ക് അങ്ങനെ പല വിധത്തിൽ അത് കാണാറുണ്ട്. അപ്പോൾ ഒരു വ്യായാമത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം പ്രായമാവും തോറും സ്റ്റിഫാവും. നമ്മുടെ നട്ടിലിങ്ങനെ സ്റ്റിഫായിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്റ്റിഫ്നെസ് ഈസ് ദ ഡെത്ത് എന്നാണ് പറയാം. അതായത് ഒരു മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തെ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് എടുത്ത് പൊക്കാൻ എളുപ്പമല്ല. അത് മൊത്തമായിട്ട് ഇങ്ങനെ സ്റ്റിഫായിട്ടുണ്ടാവും മൊത്തത്തിൽ. അപ്പോൾ ആ സ്റ്റിഫ്നെസ്സിലേക്ക് നമ്മുടെ ശരീരത്തെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ശരീരത്തെ തിരിച്ച് ഫ്ലെക്സിബിൾ ആക്കുക എന്നുള്ളതാണ് വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.